കരടി ഭീതി ഒഴിയാതെ വയനാട് ബത്തേരി ടൗണിലും കരടി ഇറങ്ങി. ഇന്നലെ രാത്രി 11 മണിക്കാണ് ഈ സംഭവം. കോളിയാടി വനമേഖലയിലേക്ക് കരടി നീങ്ങിയതായി നിഗമനമുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കരടി ടൗണിലേക്ക് ഇറങ്ങി വന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ടെലിഫോണിൽ ചേരുന്നു വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഇപ്പം പകലും രാത്രിയുമൊന്നും ഭേദമില്ലാത്ത കരടി നഗരത്തിലൊക്കെ ഇറങ്ങി ചുറ്റിയടിക്കുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ചില ദൃശ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് SKN പുറത്തു വന്നിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി ടൗണിൽ ഇന്നലെ രാത്രി 11 മണിയോടുകൂടി കരടി എത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ ദൃശ്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ കൂടി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ട്. ബത്തേരിയുടെ കോടതി വളപ്പിലാണ് ഇത്തരത്തിൽ ഒരു കരടിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ദേശീയപാത മുറിച്ചു കടന്ന് കോടതി വളപ്പിലേക്ക് കടക്കുകയായിരുന്നു എന്നുള്ള സംശയമാണ് ഉള്ളത്. ഈ സമയം ഇവിടെ വാഹനം നിർത്തിയിട്ടിരുന്ന യാത്രക്കാരാണ് ഇതിനെ കണ്ടത്. തുടർന്ന് കോടതിയുടെ പുറകുവശത്തുള്ള മതിൽ ചാടി കോളിയാടി എന്ന് പറയുന്ന വനമേഖലയാണ്, ആ ഭാഗത്തേക്ക് ഇത് മാറിയതായുള്ള ആ പ്രദേശത്തേക്ക് മാറിയതായുള്ള വിവരമാണ് വനം വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. ഇത് സംഭവം അറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഈ കോളിയാടി ഭാഗത്തും കരടിയെ കണ്ടതായുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ പനമരം ഭാഗത്ത് ഇറങ്ങിയ, അതായത് മാനന്തവാടിയിലും അതോടൊപ്പം ഇടവക പഞ്ചായത്തിലും വെള്ളമുണ്ടയിലും അതോടൊപ്പം പനമരത്തും ഇറങ്ങിയ ആ കരടി വനമേഖലയിലേക്ക് കയറിപ്പോയിട്ടുള്ളത്. എന്തായാലും അതിനിടയിലാണ് ഇത്തരത്തിൽ സംഭവം വീണ്ടും ആവർത്തിക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. SKN. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്.